എല്ലാ കൂട്ടുകാർക്കും തൗഹീദ് പഠന ക്ലാസ്സിൻ്റെ 8ാമത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൽ ഈമാൻ ബിൽ ഖദറാണ്, വിധിയിലുള്ള വിശ്വാസം. എന്താണ് വിധി? ഹുവ, അത് മാ ഖദ്ദറഹുല്ല, അള്ളാഹു കണക്കാക്കിയതാണ്, ഫിൽ അഷ്യാഇ, എല്ലാ വസ്തുക്കളിലും, മിൻ മഖാദിറ, ചില കണക്കുകൾ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും അള്ളാഹു ചില കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഖദർ. അപ്പോൾ ഒരു ചോദ്യം, എല്ലാ കാര്യങ്ങളും അള്ളാഹു വിധിച്ചതല്ലേ, പിന്നെ എന്തിന് നാം അമൽ ചെയ്യുന്നു? കൈഫ യഅമലുൽ ഇൻസാൻ, മനുഷ്യൻ എങ്ങനെ സൽക്കർമ്മം ചെയ്യും? മഅൽ അഖ്ദാരി, ഖദറുണ്ടായിരിക്കെ. അതിനുത്തരം, ഇന്നല്ലാഹ, അള്ളാഹു, മനഹലിൽ ഇൻസാൻ, മനുഷ്യന് നൽകിയിട്ടുണ്ട്, സംഅൻ, കേൾവിശക്തി, വ ബസറൻ, കാഴ്ചശക്തിയും. ഫഅലൽ ഇൻസാനി, മനുഷ്യൻ്റെ മേൽ നിർബന്ധമാണ്, അൽ ഇൻതിഫാഉ, ഉപകാരമെടുക്കൽ, ബി അഖ്ദാരിൽ ഖൈർ, നന്മ കൊണ്ട്, വയതജന്നബ, ഒഴിവാക്കണം, അഖ്ദാറ ഷർ, തിന്മയുടെ വിധിയെ. കാരണം നമുക്കെത്ര ചീത്ത വിധിയാണ്, നമ്മളെ തലവരെ എന്തോ ആവട്ടെ, ലാ യറുദ്ദുൽ ഖലാ, വിധിയെ തട്ടുകയില്ല, ഇല്ല ദുആഉ, പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ വിധിയെ നമുക്ക് തട്ടിക്കളയാൻ കഴിയും. ചില ആളുകൾ ചോദിക്കും, അള്ളാഹുവിന് എല്ലാം അറിയില്ലേ, അള്ളാഹു അല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത്, പിന്നെ എന്തിനാ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുന്നത്? അതിന് ഉത്തരതേ ഉള്ളൂ, അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല. അള്ളാഹുവിന് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറൊന്നുമില്ല. അള്ളാഹുവിന് എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഒരു സമർത്ഥനായ എഞ്ചിനീയർ ഒരു ബിൽഡിംഗ് എഴുതി, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, അദ്ദേഹത്തിനറിയാം ആ ബിൽഡിംഗ് 50 കൊല്ലം കഴിഞ്ഞാൽ തകർന്നു വീഴും. ആ ബിൽഡറുടെ അറിവ് എന്നുള്ളത് അത് അയാളുടെ എക്സ്പെർട്ടൈസാണ്. അതുകൊണ്ടല്ല ഈ ബിൽഡിംഗ് തകർന്നു വീഴുന്നത് എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിന് അറിവുണ്ട്, അള്ളാഹുവിന് കാലമില്ല. എന്നാൽ സൃഷ്ടികൾക്ക് നന്മയുടെ വഴിയും തിന്മയുടെ വഴിയുമുണ്ട്. വിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, കുല്ലുൻ മുയസ്സറുൻ ബിമാ ഖുലിഖ ലഹു, ഓരോ സൃഷ്ടിയും എന്തിനു വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത് അതിലേക്ക് വഴിമാറിപ്പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നന്മ തിരഞ്ഞെടുക്കുക, അതിനുള്ള കഴിവ് മനുഷ്യന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്.